ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു ഗ്രാൻഡ് വിറ്റാര 2 വർഷം യൂസ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഫീഡ്ബാക്ക്. അപ്പം ഗ്രാൻഡ് വിറ്റാര ഞാൻ എടുത്തേക്കുന്നത് വണ്ടി ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന വണ്ടിയാണ്. ഏകദേശം ഇപ്പം 2 വർഷമായി ഈ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രേക്ഷകർ നമ്മോട് ചോദിച്ചായിരുന്നു ഈ വണ്ടി ഇത്രയും നാളും ഓടിച്ചതിന് ശേഷമുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഞാൻ അന്ന് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഏകദേശം 14,50,000 രൂപ ആയിരുന്നു ഈ വണ്ടി വില. അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അലോയ് വീൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വണ്ടിക്ക്. ബാക്കി വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വണ്ടിക്ക് ചെയ്തിട്ടില്ല. ഇതൊരു XUV കാറ്റഗറിയിൽ പെടുന്ന ഒരു വണ്ടിയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതിന് മെയിൻ്റെനൻസ് വളരെ കൂടുതലാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഞാനിപ്പം ഈ 2 വർഷമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്ത് വണ്ടിയുടെ ഓയിൽ മാറ്റുക, ഓയിൽ ഫിൽറ്റർ മാറ്റുക, ഈ ഒരു കാര്യങ്ങൾ മാത്രമേ സർവീസ് സെന്ററിൽ കൊടുത്തേക്കുന്നത്. ഏകദേശം എനിക്കൊരു കോസ്റ്റ് വന്നിട്ടുള്ള ഏകദേശം ഒരു 4,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ സർവീസ് സെന്ററിൽ കൊടുത്ത്. ഈ വണ്ടിക്ക് എനിക്ക് സർവീസിങ്ങിൽ നമ്മൾ പെയ്ഡ് ചെയ്തിട്ടുണ്ട് പൈസ. അല്ലാതെ ഈ വണ്ടിക്ക് ഇന്നേ വരെ എനിക്ക് വേറെ അഡീഷണൽ ആയിട്ട് പൈസ ഒന്നും ഞാൻ ചിലവാക്കേണ്ടി വന്നിട്ടില്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. ഞാൻ എടുക്കുന്ന വണ്ടി ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളറാണ്. ഇതിന്റെ വേറെ പ്രത്യേകത, ഈ വണ്ടി രാത്രി ഓടിക്കുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ വണ്ടി ഞാൻ അന്ന് ഈ സമയത്ത് ബുക്ക് ചെയ്ത സമയത്ത് ഈ ഗ്രാൻഡ് വിറ്റാര ഇറങ്ങുന്ന സമയമായിരുന്നു ഈ വണ്ടി. അപ്പം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മുടെ ഷോറൂമിലൊക്കെ തിരുവല്ല ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തേക്കുന്നത്. ആ സമയത്ത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് 6 മാസം കഴിഞ്ഞാണ് ഈ വണ്ടി കിട്ടുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഇതിന്റെ ബേസ് മോഡലാണ് ഞാൻ സാധാരണ എടുക്കുക. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ്. അപ്പം ബേസ് മോഡൽ ഞാൻ എടുക്കാൻ നോക്കിക്കൊണ്ട് പോയപ്പം അവിടെ ബേസ് മോഡൽ കിടപ്പില്ല. പിന്നെ സെക്കൻഡ് വേരിയന്റായ ഡെൽറ്റ എന്ന് പറയുന്നുള്ള വണ്ടിയാണ് ഞാൻ എടുത്തത്. അപ്പം ഈ ബേസ് മോഡലും ഈ സെക്കൻഡ് വേരിയന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ റിവേഴ്സ് ക്യാമറ ഇല്ല. ടച്ച് ഡിസ്പ്ലേ, ചെറിയൊരു ഡിസ്പ്ലേ വരും, അതും നമ്മൾ റിവേഴ്സ് ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ബേസ് മോഡലും വേരിയന്റും ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന വേരിയന്റ് ബേസ് വേരിയന്റ് ആണ്. കാരണം പറഞ്ഞാൽ നമുക്ക് ഏകദേശം 1,15 ലക്ഷം രൂപയോളം നമുക്ക് ലാഭമാണ് ബേസ് വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിവേഴ്സ് ക്യാമറയും ഈ പറഞ്ഞ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും ഇല്ലെന്നുള്ള മാത്രമേ ഉള്ളൂ ഇതൊരു പ്രത്യേകത. പിന്നെ ഈ ബേസ് വേരിയന്റിന് ഈ ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളർ കിട്ടത്തില്ല. അത് ഡെൽറ്റ മുതലുള്ള വണ്ടിക്കേ കിട്ടുകയുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ ഇന്റീരിയലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ വണ്ടിയുടെ അകത്തെ ഇന്റീരിയലിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെ പ്രത്യേകത, ഈ വണ്ടി നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലിവറെ വന്നിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ മേലോട്ടും താഴോട്ടും ഇങ്ങനെ താക്കാനും, പിന്നെ അതുപോലെ തന്നെ വണ്ടി മേലോട്ട് പൊക്കാനും ഹൈറ്റ് ആക്കാനും എല്ലാം ഈ മോഡലിന് പറ്റും. ഇത് വന്നിട്ട് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മോഡൽ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ സീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അത് ടോപ്പ് വേരിയന്റ് മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ പൊതുവേ ഉള്ളത്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ ഷോറൂം വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇതിപ്പം ഞാൻ എടുക്കുന്ന 2 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്ന് ഈ വണ്ടിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ വണ്ടിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്പെയർ വീൽ വരുന്നുണ്ട്. ഇപ്പം വണ്ടിക്ക് സ്പെയർ വീൽ വരുന്നില്ല. അതിന് പകരം ഒരു 6 എയർ ബാഗ് ആണ് വരുന്നത്. ഈ സ്പെയർ വീൽ വരാത്തത് കൊണ്ട് ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എവിടെയെങ്കിലും ഒരു വണ്ടി പഞ്ചർ ആവുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ആ പഞ്ചർ ഒട്ടിച്ചിട്ട് വേണം. പിന്നെ അല്ല വണ്ടി ദൂരെ ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പഞ്ചർ ഷോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ പഞ്ചർ ഒട്ടിച്ചിട്ട് വേണം പോകാൻ. മറ്റേതാണെങ്കിൽ സ്പെയർ വീൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് കയറ്റിയിട്ടാൽ മതി. അപ്പൊ അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടും പുതുതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ ഡ്രം ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ഡ്രം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം വീഡിയോയിൽ. ആ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാനത് കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് അലോയ് ഡ്രം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഈ അലോയ് ഇടുന്നതിന് മുമ്പ് എനിക്കുള്ള സംഭവമാണ് ഡ്രം. നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് സ്പെയർ വീല് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പം ഈ എൻ്റെ ഇരിക്കുന്ന ഈ ഡ്രം എടുത്തിട്ട് അതിനകത്ത് ടയർ മാത്രം കയ്യിൽ ഇട്ടാൽ മാത്രം മതി. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ആർക്കെങ്കിലും ഡ്രമ്മിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, ഡ്രം വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഗ്രാൻഡ് വിറ്റാരയുടെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇത് സെക്കൻഡ് വേരിയന്റ് ആണ്. ഇതിന്റെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് ആണ്, ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇത് ഡെൽറ്റ ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ഇപ്പം ബേസ് മോഡൽ എടുത്താലും സെക്കൻഡ് വേരിയന്റ് എടുത്താലും എല്ലാ വേരിയന്റും ഡെൽറ്റ ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ഇതാണ് ഈ വണ്ടിക്ക് നമുക്ക് എങ്ങനെയാണെങ്കിലും സ്റ്റിയറിംഗ് എങ്ങനെ വേണമെങ്കിലും മേലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഈ വണ്ടി വാല്യൂ ഫോർ മണിയാണ് എന്തുകൊണ്ടും. അപ്പം ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത്, അന്ന് എടുക്കുന്ന സമയത്ത് 14,50,000 ഇപ്പൊ അതിനേക്കാളും കുറച്ച് പ്രൈസ് വ്യത്യാസമുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് GST വന്നതിന് ശേഷം ഒരുപാട് വണ്ടിക്ക് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ ആണ്. GST വന്നതിന് ശേഷമാണ് വണ്ടിക്ക് പിന്നെയും വണ്ടി ഞാൻ എടുത്തതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് ഇപ്പൊ അതുകൊണ്ട് വണ്ടി വില കുറവെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് വണ്ടിയുടെ ഇന്ത്യയിലെ കുറെ കാഴ്ചകൾ നമുക്ക് പറയാം. ഈ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളറാണ്. ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. ഞാൻ എടുക്കുന്ന സമയത്ത് ഓൺ റോഡ് 14,00,000 രൂപയാണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഈ അലോയ് വീലാണ്. ഇതാണ് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ സ്പെയർ വീല് ഡ്രം ആണ് വരുന്നത്. ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. ബേസ് വേരിയന്റും ഡ്രം ആണ് വരുന്നത്. ഇത് രണ്ടാമത് അലോയ് ചെയ്തതാണ്. ടയറിന്റെ സൈസ് വന്നിട്ട് ഏകദേശം R70 ഇതാണ് ടയറിന്റെ സൈസ് വരുന്നത്. അപ്പം നമ്മളിപ്പം ബേസ് വേരിയന്റ് എടുത്താലും ടോപ്പ് വേരിയന്റ് എടുത്താലും നമ്മൾ വെളിയിൽ നിന്ന് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് ബേസ് ആണോ ടോപ്പ് ആണോ എന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു പ്രത്യേകത. ഇത് ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളറാണ്. ഞാൻ എടുത്തിട്ട് 2 വർഷമായി. പിന്നെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ 4 സൈഡും പവർ വിൻഡോ ആണ്. 4 സൈഡും പവർ വിൻഡോ ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് വേണമെങ്കിൽ ഈ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ വിൻഡോ ഓപ്പൺ ആക്കുന്നത്, പിള്ളേരൊക്കെയാണ് വണ്ടിക്കകത്ത് നിന്ന് 24 മണിക്കൂർ ഇത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാം ഇവിടുന്ന് പവർ വിൻഡോ. പിന്നെ അതുപോലെ തന്നെ മിറർ ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്ലാസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിനകത്ത് ഫ്രെയിമിൽ കൂടെ നമുക്ക് ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഞ്ചൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ്. പിന്നെ ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. ഇതിന്റെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ഷോറൂമിൽ നിന്ന് മാറ്റി ടോപ്പ് വേരിയന്റ് പോലെ ഒരു ലെതർ ടൈപ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ക്രോം ഒന്നും കാണത്തില്ല. ഇത് ടോപ്പ് തന്നെ ഈ ഒരു ക്രോം ഫിനിഷിംഗ് ഒക്കെ വരത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ AC വെന്റ് ആണെങ്കിൽ ഒരു ലൈറ്റായിട്ട് നമുക്കൊരു ടോപ്പ് വേരിയന്റ് ആകുമ്പോഴേക്കും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് വരും. വണ്ടി കുറച്ചൊരു അട്രാക്ഷൻ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് AC വെന്റിന്റെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ള് മാറ്റാൻ പറ്റും. ഈ 4 AC വെന്റ് മാറ്റി ഇത് നമുക്ക് ടോപ്പ് വേരിയന്റ് പോലെ ആക്കാൻ പറ്റും, ഈ ക്രോം ഫിനിഷിംഗ് ഒക്കെ ആക്കുന്ന പോലെ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ അരാജകമായിട്ട് തോന്നിയത് എനിക്ക് ഇതിന്റെ ഒരു ഗിയർ ലിവറിനകത്തെ ഇതില്ലേ, ഈ സംഭവത്തിൽ ഒരു ക്രോം ഫിനിഷിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഷോറൂമിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വേണമെങ്കിൽ മാറാം, 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറാന്ന് പറഞ്ഞു. അവർ വലിയ ഇതാണ് നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇത്രയും ഒരു 14,00,000 രൂപയുടെ വണ്ടിക്കകത്ത് ഈ ഒരു ഗിയർ നോബ് നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാം. ഞാൻ മാറാൻ പോയില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരെണ്ണം പുതിയ ഒരെണ്ണം മാറ്റാൻ പറ്റും. ഈ ഒരു സാധനത്തിന് 500 രൂപ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ചെയ്ത സമയത്ത് 9,500 രൂപയായി. ഇതാണ് അതിന്റെ ബാക്കിലെ. അത്യാവശ്യം നമുക്ക് നല്ലവണ്ണം 3 പേർക്ക് വിശാലമായിട്ട് ഇരിക്കാനും കംഫോർട്ടായിട്ട് ഇരിക്കാനും നമുക്ക് ഈ വണ്ടി ഗ്രാൻഡ് വിറ്റാര പറ്റും. എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിനകത്ത് ഒരു 7 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഒരു വാല്യൂ ഫോർ മണി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിന് റിവേഴ്സ് ക്യാമറ ഉണ്ട്. മറ്റേ ബേസ് വേരിയന്റ് വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ ഇല്ല, ഈ ഒരു ടച്ച് സ്ക്രീൻ ഇല്ല. ആ ഒരു
പ്രത്യേകതയുള്ളൂ. ബേസ് വേരിയന്റ് എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആണെന്ന് പറയാൻ കാരണം 1,50,000 രൂപയുടെ ഏകദേശം വ്യത്യാസമുണ്ട് ബേസ് വേരിയന്റിന്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് അതിന്റെ AC വെന്റ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എന്തുകൊണ്ടും ഗ്രാൻഡ് വിറ്റാര വാല്യൂ ഫോർ മണി എന്ന് ഞാൻ 100% ഞാൻ പറയുന്നു. നമ്മുടെ ഈ വീഡിയോ കണ്ടവരെല്ലാം ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ലൊരു പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മൾ മാരുതിയെ നമുക്ക് 100% വിശ്വസിക്കാം. കാരണം അവരുടെ വണ്ടി പറഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മെയിൻ്റെനൻസേ ഉള്ളൂ വണ്ടി. പിന്നെ അതുകൊണ്ട് എങ്ങനെ കിടന്നാണെങ്കിലും വണ്ടി ഓടിക്കോളും. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് മാരുതിയുടെ വണ്ടി പപ്പട വണ്ടിയാണ്, അതാണ് ഇതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മാരുതിയുടെ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കംഫോർട്ടാന്നുള്ള വണ്ടിയാണെന്നുള്ള കാര്യം വണ്ടി യൂസ് ചെയ്യുന്നവർക്കറിയാം. പിന്നെ ഈ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും ഇടിച്ച പപ്പടമാണ്. ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ എറണാകുളത്ത് ഒരു ആക്സിഡന്റ് കണ്ടു. ഒരു മഹേന്ദ്രയുടെ താറ് ഇടിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട് അപ്പനും പിന്നെ ആ 2 പിള്ളേരും ആ മക്കളും മരിച്ചുപോയി. അപ്പം എത്ര വലിയ ബലമുള്ള വണ്ടിയാണെങ്കിലും ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും. പിന്നെ ഈ ഗ്രാൻഡ് വിറ്റാരെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി ആക്സിഡന്റ് പറ്റി ഇന്നേ വരെ ഒരു ആളപായം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളത് ചെയ്യുക. അപ്പം ഓക്കെ.